നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എന്തോ ഉണ്ടാക്കണം? ഒന്ന് കപ്സ ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കണം. എന്നാൽ ഞാൻ വിചാരിച്ചു കപ്സ ഉണ്ടാക്കിക്കളയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ പടപടാ പിടയ്ക്കുന്ന നല്ല ചൂടുള്ള 2 കിലോ ചിക്കനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഇടാൻ എന്താണ് വേണ്ടതെന്നറിയാമോ? 8 സവാള, ക്യാരറ്റ് 2, തക്കാളി 6, പച്ചമുളക് 9, ഇത്ര സാധനങ്ങൾ അതിലേക്ക് നമ്മൾ എടുത്തിരിക്കും. ഇനി ഈ സവാള നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്യാം. ഇതിലേക്ക് 10 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ചോപ്പ് ചെയ്ത സവാള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ കിരികിര ശബ്ദത്തോടു കൂടി ആ സവാള വഴന്നു വരും. ആ പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കും. പിന്നീട് നമ്മൾ 1/2 ബൗള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കും. അതും ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. ഇതിലേക്ക് മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു. മല്ലി 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. മാഗി ക്യൂബ് ഇത് നമ്മൾ ഒരെണ്ണം അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കും. അതിൻ്റെ മണം ഒന്ന് മാറുമ്പോൾ 1 സ്പൂൺ കബ്സ മസാല നമ്മൾ ഇട്ട് കൊടുക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കും. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്താൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഒത്തിരി അങ്ങ് വേവണ്ട. ഇനിയാണ് നമ്മൾ ആ പടപടാ പിടയ്ക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ കിടന്ന് തിളയ്ക്കട്ടെ, തിളച്ച് വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ കറുവാപ്പട്ട, 15 ഗ്രാമ്പൂ, 1 സ്പൂൺ ചെറിയ ജീരകം, 2 സ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടി അതിലേക്കിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. 15 മിനിറ്റ് തിളച്ച് വരട്ടെ. അപ്പോൾ ഏതാണ്ട് 10 മിനിറ്റിന് ശേഷം നമ്മളത് വെന്തപ്പോൾ നമ്മൾ കോരിയെടുത്തു ആ ചിക്കന്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ബാക്കി വെള്ളം, അതായത് 7.5 ഗ്ലാസ് അരിക്ക് നമ്മൾ 14 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു ഉണങ്ങിയ നാരങ്ങയും അതിലിട്ട് കൊടുക്കും. നമ്മൾ ഒരു നാരങ്ങയുടെ നീര് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ 2 നാരങ്ങ ഇടാം. അതിനുശേഷം നമ്മൾ ആ കോരി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് പാനിലേക്ക് എണ്ണ ഒഴിക്കും. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ആ അരി ഇട്ട്, അത് നിങ്ങളെ ഞാൻ കാണിച്ചില്ല, കപ്സ റൈസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് തിളച്ച് വരാറാകുമ്പോഴത്തേക്ക് ഒരു ക്യാപ്സിക്കമും 1 ക്യാരറ്റും അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു. അത് ടേസ്റ്റിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടി 1 സ്പൂൺ കപ്സ മസാലയും 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ ചിക്കൻ്റെ തന്നെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കും. എന്നിട്ട് അതിലേക്ക് ആ ചിക്കൻ ഇട്ട് കൊടുത്ത് പുരട്ടിയെടുക്കുക. അത് പുരട്ടുമ്പോൾ സൂക്ഷിച്ച് പുരട്ടണം. വെന്ത ചിക്കനാണ്, പൊടിഞ്ഞു പോകും. സൂക്ഷിച്ച് വേണം പുരട്ടിയെടുക്കാൻ. ഇനി അത് നമ്മൾ ആ പാനിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ്. നല്ലപോലെ പൊരിക്കണം, കാരണം ഉള്ളു വെന്തതാണ്. ഇനി പുറമേ ഒന്ന് ക്രിസ്പി ആയാൽ മതി. ഇതേപോലെ നമ്മൾ ഇത് കോരിയെടുക്കുന്നു. അടുത്തതും അതുപോലെ ഇട്ട് കൊടുത്ത് പൊരിച്ചപ്പോഴേക്കും നമ്മുടെ കപ്സ അവിടെ ആ അരി തിളയ്ക്കുവാണ്. വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. ഇച്ചിരിയുടെ വെള്ളം വറ്റാനുണ്ട്. അതിലേക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കും. അതിനുശേഷം അത് അടച്ചു വെക്കുക. വീണ്ടും അത് വെള്ളം വറ്റിയൊന്ന് നോക്കാൻ പോവാണ്.
വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മൾ അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ അടി കൂട്ടി ഇളക്കി കൊടുത്ത് വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ആ വെള്ളം വറ്റിയതിന് എല്ലാ വെള്ളവും വറ്റിയതിന് ശേഷം നമ്മൾ ആ ചിക്കൻ പൊരിച്ചെടുത്ത് അതിൻ്റെ പുറത്തോട്ട് നിരത്തും. വീണ്ടും അടച്ചു വെക്കുന്നു. നമ്മളൊരു 10 മിനിറ്റ് കൂടി അതേപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കും. നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എന്ത് മണമാണെന്നറിയാമോ? അതുപോലെ തന്നെ എന്ത് ടേസ്റ്റാണ്.